ഓയിൽ ഫിൽറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആരും വാങ്ങിക്കാത്തൊരു സാധനം കേട്ടോ. ഇതാണ് നമ്മുടെ 3M എഞ്ചിൻ ഓയിൽ ഫ്ലഷ്. സിഗ്നൽ ഇങ്ങനെ നമ്മൾ വണ്ടിയോട് ചേർന്ന് കയറി നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വണ്ടിയുടെ ഇവിടെയും വഴിയില്ല, പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ പെർഫോമൻസ് നോക്കാൻ പോവാണ്. 528. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? മറ്റൊരു കിഡിലെ സിരിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ വണ്ടിയിലെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം സർവീസിൽ ചെയ്തില്ല കേട്ടോ. അത് വേറൊന്നും അല്ല, നമ്മുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ എല്ലാ വണ്ടിപ്രാന്തന്മാരും കാത്തിരിക്കുന്ന ഒരു മൊമെൻറ്റാണ് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച ഓയിൽ കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിൻ്റെ തന്നെ DTSയുടെ ഓയിലാണ് കേട്ടോ. ഷോറൂമിൽ നിന്ന് കിട്ടുന്ന സ്റ്റോക്ക് ഓയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ഓയിൽ വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ എന്താണ്ട് ഈ ഓയിലാണ് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ. ഇപ്പോൾ കാസ്ട്രോളിൻ്റെ 10W30 എന്ന് പറഞ്ഞ് ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ്. അപ്പം കാസ്ട്രോളിൻ്റെ ഓയിൽ നമ്മൾ ഒരു വട്ടം നമ്മുടെ ആർമഫയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഓയിലാണ്, പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കാസ്ട്രോളെ യൂസ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലൊരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ സീറ്റേണ്ടല്ല ആദ്യമായിട്ട് നമ്മൾ കാസ്ട്രോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കിനി ഈ വണ്ടിയിൽ കുറച്ച് പരിപാടികളും കൊണ്ട് ഒന്ന് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറ്റണം. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആർമഫയിൽ ഏത് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സെയിം ബൾബ് തന്നെ നമ്മൾ സീറ്റേണ്ടറിലും വാങ്ങിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ ഒരു 40,000-50,000 ഓടിയ വണ്ടി എത്ര ക്ലീൻ ചെയ്തിട്ടാലും അല്ലെങ്കിൽ നമ്മൾ കാർബറേറ്റർ കംപ്ലൈൻ്റ് ഒന്ന് മാറ്റിയാലും അത് ഫുള്ളായിട്ട് അങ്ങോട്ട് റെഡി ആവത്തില്ല. നമുക്ക് ആ ഒരു പഴയ പെർഫോമൻസ് ഒരിക്കലും എന്തായാലും കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കുമാർക്ക് നമുക്കിപ്പോൾ പുറത്തുനിന്നുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇൻറ്റേർണലി പണ്ടത്തെ പോലെ നമ്മൾ വണ്ടി എടുത്ത സമയത്തെ പോലുള്ള പെർഫോമൻസ് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു കിഡിലെ സാധനം ഞാൻ നാളെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ പിസാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും സമയങ്ങളെ നേരെ പോയിട്ട് നമുക്ക് ഓർഡർ പിക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ പോയി നമുക്ക് ഇതും പിന്നെ നമ്മുടെ എഞ്ചിൻ ഓയിലും നമ്മുടെ ഓയിൽ ഫിൽറ്റർ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് വണ്ടിയുടെ പെർഫോമൻസ് കണ്ടു നോക്കാം. ഫസ്റ്റ് ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിസാട്ടിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഗ് കിട്ടിയിട്ട് നമുക്ക് പിസ്സ ഓർഡർ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ സ്വിഗ്ഗിയുടെ പഴയ ബാഗ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ബാഗിലൊരു പ്രശ്നമുണ്ട്. പിസ്സയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പിസ്സ ഓർഡർ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് എന്തായാലും ചെറിയ ഓർഡർ ആണെങ്കിൽ രക്ഷപ്പെട്ടു. ഇതാ റീച്ച് മാർക്ക് ചെയ്തിട്ട് ഗാർലിക് ബ്രെഡാ, സീനില്ല. 6909 വേഗം ഓർഡർ പിക്ക് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ കൊടുക്കാനുള്ള ഇതൊട്ട് സേഫ് അല്ലേ, നടുക്ക് വെച്ചോണ്ട് വണ്ടി ഓടിക്കുന്നത്. ഇത്രയും മെനക്കേടുള്ളൊരു പണി വേറെ ഇല്ല. ഇതെന്തോ ചെയ്യും നോക്കാം. മാക്സിമം ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം കേട്ടോ. ഈ ഓർഡർ തൊട്ടടുത്ത് തന്നെ കൊടുക്കാനുള്ളത്. നമുക്ക് ഷോർട്ട് കട്ട് എടുത്തങ്ങ് പോകാം. അപ്പുറത്തൂടെ പോകാം, ശരിയല്ല. ഈ ഓർഡർ കൊടുത്തിട്ട് വേണം വേഗം നമുക്ക് പോയിട്ട് ബജാജിൻ്റെ ഷോറൂമിൽ പോയിട്ട് നമുക്കൊരു ഓയിൽ ഫിൽറ്ററും കൂടെ വാങ്ങണം കേട്ടോ. ഓയിൽ സ്റ്റെയിനർ ഉണ്ടോയെന്ന് അറിയത്തില്ല ഈ വണ്ടിക്ക്, എനിക്ക് അറിയത്തില്ല. ഓയിൽ സ്റ്റെയിനർ ഈ വണ്ടിക്കാണോ? ഹിമാലയം പോലത്തെ വണ്ടി എന്താ ചോദിച്ചു നോക്കാം. സ്റ്റെയിനറും ഫിൽറ്ററും ഒന്നാണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഓയിൽ സ്റ്റെയിനറും കൂടെ മാറ്റണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടയറിൻ്റെ കാര്യം പറയാൻ പറ്റും കേട്ടോ. നമ്മൾ ഫ്രണ്ട് ടയർ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് റിബ് പാറ്റേണാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് ഇപ്പോൾ വൺ ഷോക്കായിട്ട് വന്നേക്കാം. ഫ്രണ്ട് ടയർ നമ്മുടെ പാറ്റേൺ ഫുൾ പോയി. ഓൾറെഡി ഒരു ടയർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വരാൻ ഇനി കുറച്ച് സമയം എടുക്കും എന്തായാലും. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ഫുൾ പണിയും കംപ്ലീറ്റ് ആകും കേട്ടോ. എനിക്ക് തോന്നി ഇവിടെ ആണെന്ന് തോന്നുന്നു. യെസ്, 528. അപ്പോൾ എന്താ നമ്മുടെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഫുള്ളായിട്ട് ഫ്ലോട്ടിംഗ് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട. അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ മാർക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് കയറി ഓഫ് ആകും കേട്ടോ. 528. പിന്നെ ഇതിലും കൂടുതൽ എമൗണ്ട് അടയ്ക്കേണ്ടി വരും നമ്മൾ. അതിൽ നല്ലത് ഇപ്പം തന്നെ ഫ്ലോട്ടിംഗ് ക്യാഷ് നമ്മൾ ആ ഒരു എമൗണ്ട് അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി 700 നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത ഓർഡറിലോട്ട് പോകും കേട്ടോ. അതാ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സാരഥി ബജാജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, കൊട്ടാരക്കരയുള്ള. നമുക്ക് ഇവിടുന്ന് വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ വാങ്ങിക്കണം. ഓയിൽ സ്റ്റെയിനർ ഉണ്ടോ ചോദിച്ചു നോക്കണ്ട. സീറ്റ് ഉണ്ടോ? ഓയിൽ സ്റ്റെയിനർ അല്ല, ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഫ്ലഷും എഞ്ചിൻ ഓയിലും. ഇന്ന് നമുക്ക് അത്രയും പരിപാടിയാണ് ചെയ്യാനുള്ളത്. ചേട്ടാ, സീറ്റ് കണ്ടേണ്ട ഓയിൽ ഫിൽറ്റർ മാത്രമല്ലാണ്ട് ഓയിൽ ഫിൽറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരും വാങ്ങിക്കാത്തൊരു സാധനം കേട്ടോ. കുറച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ, പ്രോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മിക്കവാറും മാറ്റുമായിരിക്കും. കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. വാങ്ങിക്കാണ്ട് ചിലപ്പം കടക്കാർക്ക് അറിയണമെന്നില്ല. ഇങ്ങനെ ഒരു സാധനം കിട്ടും കേട്ടോ. ഇതാണ്ടോ മെഷ് സ്റ്റെയിനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഓയിൽ ഓപ്പൺ ചെയ്യുന്ന തുറന്ന് നോക്കുന്ന ഭാഗത്താണ് കേട്ടോ. അവിടെ ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോർമലി എല്ലാ വണ്ടികളിലും ഫുള്ള് ഇതാണ്ട്, ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും മാറ്റാത്ത സാധനമാണെങ്കിൽ ഇത് ഫുൾ കയറി അടഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ വണ്ടി നമ്മൾ എത്ര കൈ കൊടുത്താലും എന്തോ ഓയിൽ ചേഞ്ച് ചെയ്താലും പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവ് ആവുമെന്ന് കരുതുന്നു. അപ്പം മെഷ് സ്റ്റെയിനറിനാട്ടോ
ചില വണ്ടിക്ക് ഇതൊരു സ്ക്വയർ പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിൽറ്റർ എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ ഒരു ചെറിയ ടൈപ്പ് പോലത്തെ സാധനമായിരിക്കും. ഹിമാലയനിലൊക്കെ അങ്ങനെ കേട്ടോ. ഓയിൽ സ്റ്റെയിനർ എന്നാണ് പറയുന്നത്. ചോദിച്ചാൽ അത് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്കെല്ലാം കാണും. ഗൈസ് ദാ സിഗ്നൽ ഇങ്ങനെ നമ്മൾ വണ്ടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വണ്ടിയുടെ ബാക്ക് സൈഡ് കണ്ടോ. നമ്മളിപ്പോൾ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇത്രയും ചരിഞ്ഞാൽ നിന്നിരുന്നെങ്കിൽ ദാണ്ട് എൻ്റെ ഈ വണ്ടിയുടെ ഈ ഹാൻഡിൽ ആൾറെഡി ഒരു പാട് കിടപ്പുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചൊരു ഹോട്ടയുടെ സൈഡിൽ ഇതേലും കയറി കൊരുത്തി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഭാഗ്യത്തിന് ഞാൻ നല്ല കട്ടിക്ക് നമ്മുടെ ഹാൻഡിൽ പിടിച്ചേക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയില്ല. നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ബാഗ് പിടിച്ചിരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഴും കേട്ടോ. അപ്പോൾ സിഗ്നലിൽ നിൽക്കുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നെ. ഗൈസ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് നോക്കാം കേട്ടോ. CT100ൻ്റെ 0 to 40 നോക്കാം. ഇപ്പം നമ്മുടെ ബൈക്കിൽ കിടക്കുന്ന ഒരു കൊല്ലം യൂസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഓയിലും പിന്നെ ഓയിൽ സ്റ്റെയിനറും നമ്മളിതുവരെ ചേഞ്ച് ആക്കിയിട്ടില്ല കേട്ടോ. അടിപൊളി. ഇനി നമുക്ക് നേരെ കൊണ്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് ഓയിൽ ഫ്ലഷ് അടിച്ച് കാസ്ട്രോണിൻ്റെ ഓയിലും ഓയിൽ സ്റ്റെയിനർ ഓയിൽ ഫിൽറ്റർ എല്ലാം മാറ്റിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് പോകാം കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിന് ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ വണ്ടി കാർബറേറ്റർ ക്ലീൻ സെറ്റപ്പ് ആക്കിയതും നമ്മുടെ R15 വർക്ക് ചെയ്യാൻ പോകുന്നു. ഇനി R15 നമ്മുടെ ഗിയർ ബോക്സിന് പണി ചെയ്യാൻ പോകുന്നത് ഇവിടെ തന്നെ. പക്ഷേ അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന തന്നെ നമുക്ക് ആദ്യം എഞ്ചിൻ ഓയിലിൻ്റെ ഫ്ലഷ് ഒന്ന് ഒഴിക്കാം കേട്ടോ. ഫ്ലഷ് ഒഴിച്ചൊരു 5 മിനിറ്റ് നമ്മൾ വണ്ടി വെച്ചേക്കണം. എന്നിട്ട് വേണം ഓയിൽ ചേഞ്ച് ചെയ്യാൻ. ഫ്ലഷ് ഒഴിച്ചിട്ട് ഓടിക്കരുത് കേട്ടോ. കുറേ നാളായില്ലേ തുറന്നിട്ട്. ചിലപ്പോൾ ഒടിഞ്ഞ് കൈ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. അയ്യോ പണിപാളി. സാധനം തുറന്ന് ഓർഡർ വന്നു. അടിപൊളി. എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ തന്നെയാണോ? ലക്ഷ്മി തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ 3M എഞ്ചിൻ ഫ്ലഷ്. ഇതൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ ഓയിൽ കമ്പാർട്ട്മെൻറ്റിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എന്താ നമ്മുടെ വണ്ടിയിലോട്ട് ഓയിൽ ഒഴിക്കുന്ന ഭാഗത്തോട്ട് തന്നെ കേട്ടോ എഞ്ചിൻ ഓയിൽ ഫ്ലഷ് ഇത് ഫുൾ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വണ്ടി ഒരു 5-10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാം. വണ്ടി ഫുൾ ക്ലീൻ ആവും. ഓയിൽ ഫിൽറ്റർ എല്ലാം. A few minutes later. ആഹാ എന്ത് സ്മൂത്ത്. കിക്കർ പക്ക സ്മൂത്തായി. അടിപൊളി കേട്ടോ. പൈസ അപ്പം ഉണ്ടാകും. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് ഓയിൽ സ്റ്റെയിനർ ചേഞ്ച് ചെയ്ത് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കാസ്ട്രോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കാസ്ട്രോൾ നമ്മളെ ഞെട്ടിച്ച് കേട്ടോ. കിക്കർ പക്ക സ്മൂത്തായി. അടിപൊളി. ഇന്ന് കുറച്ച് ഓടിക്കാനിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കുറച്ച് ഓടി കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കൊരു ഓർഡറിനും അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 10-15 മിനിറ്റ് ഡിലേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ കേട്ടോ. കാരണം മെക്കാനിക്കുമാർ പുറത്തും പോയി. നമ്മൾ പെട്ടെന്ന് ആ ചേട്ടനെ കൊണ്ട് വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. പറഞ്ഞ് ഇടിയിപ്പിച്ചാൽ സാരമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഓർഡർ പിക്ക് ചെയ്യാം. ഓക്കെ ഓടുക. അത് ഒന്നും കൂടെ സെറ്റിങ്സിൽ പോകണം. എന്താ വെച്ചാൽ ഒരു ഡെലിവറി ചേട്ടൻ കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷന് സംശയം ചോദിച്ചാൽ അറിയാത്തവർ ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ പല പ്രായക്കാരും കാണും ജോലി ചെയ്യുന്ന. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, വൈകിട്ട് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവരുണ്ട്, പിള്ളേർ കാണും. അറിയാത്ത ഒരുപാട് ആൾക്കാരും കാണും കേട്ടോ. 0504 ഷവർമ റോൾ താഴെ ഇല്ലേ? ചേട്ടാ 0504 ഷവർമ റോള്. നല്ല ലേറ്റായി. 0504 എന്ത് ഇപ്പം ശരിയാവും ഉറപ്പാ. ഉണ്ടോ? ഞാൻ അതങ്ങടുത്ത് ഓർഡർ. അടിപൊളി കേസ്. ഇപ്പം എന്താ ഷവർമ റോളാട്ടോ. ഐറ്റം പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ആ ഒരു ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്തായാലും പുള്ളിക്കാരൻ്റെ ഫോണും
റെഡിയാക്കി. പുള്ളിക്കാരൻ ഇത്ര നേരം ഓർഡർ പിക്ക് ചെയ്യാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ, ആരെങ്കിലും വരുന്നെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഓർഡർ കൊടുക്കാനുള്ളത് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കട്ടെ. അധികം 1.5 കിലോമീറ്ററേ ഉള്ളൂ. 5:53. ഇവിടെയും വഴിയില്ല, പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. സമയമില്ല നേരത്താണ് പണി കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ട് മേളിലാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാൻ വഴി കാണുന്നില്ല, ഇവിടെ എല്ലാം പാറ മാത്രമേ ഉള്ളൂ. ഓർഡർ കൊടുക്കാനുള്ളതിൻ്റെ മേളിലും കണ്ട എന്തു കസ്റ്റമർ എഴുതിയേക്കുന്നതെന്ന് നോക്കട്ടെ. സോറി കേട്ടോ, ഓർഡർ എടുക്കുന്നതിന് വണ്ടി കംപ്ലൈൻറ്റ്. ആദ്യമേ വർക്ക്ഷോപ്പിലായിപ്പോയി, അതാ ലേറ്റായി ഇത്രയും. താങ്ക് യു. അടിപൊളി ഗൈസ്. അപ്പോൾ എന്താ നമ്മൾ ഓർഡർ ഡെലിവറി ഉണ്ട്. 30 രൂപയാണ് നമ്മുടെ ഏണിങ്സ് ഗൈസ്. അപ്പോൾ എന്താ കസ്റ്റമർ നമുക്ക് ആൾറെഡി 25 മിനിറ്റ് നമ്മൾ ഈ ഓർഡർ ലേറ്റായി കേട്ടോ. പക്ഷേ ആ പാവം ചേച്ചി ഒന്നും പറഞ്ഞില്ല, നല്ലൊരു കസ്റ്റമറായിരുന്നു. ആരാണെന്നെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അയ്യോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആൾറെഡി പെട്ട് വണ്ടി വർക്ക്ഷോപ്പിലായി. നമ്മളത് മാറ്റിക്കൊണ്ടിരുന്ന സമയത്താണ് ഓർഡർ വന്നത്. നമ്മൾ ഓഫ് ചെയ്യുന്ന ആരും മറന്നുപോയി. ഭാഗ്യത്തിന് നല്ല കസ്റ്റമറായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ കാസ്ട്രോൾ വെച്ചിട്ട് നമ്മുടെ പെർഫോമൻസ് നോക്കാൻ പോവാണ്. വ്യത്യാസം ഉണ്ടോയെന്ന് അറിയണ്ടേ. അടിപൊളി. സെക്കൻഡ് ആയപ്പോൾ തന്നെ 40 അടിച്ചു കേട്ടോ. നോർമലി നമ്മൾ ഈ വണ്ടി ഇങ്ങനൊരു കാര്യത്തിന് യൂസ് ചെയ്യുന്ന വണ്ടിയല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് വ്യത്യാസം അറിയാൻ വേണ്ടി. നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ടുണ്ട് എഞ്ചിനും കേട്ടോ, അത് ഉറപ്പാണ്. കുറച്ചും കൂടെ കഴിയുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ 200-250 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴേ ആ ഓയിലിൻ്റെ കറക്റ്റ് ഇത് അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയതാണ്. ചായ പിന്നെ കുടി. തന്നെ കട്ടായി പോയേട്ടെ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇത് ഇവിടത്തേക്കല്ല, അതല്ല അവിടെ താഴെ വീട്ടിൽ ഇവനോട് വരും, അങ്ങോട്ട് കാണിച്ചു അങ്ങോട്ട് കൊടുത്തേക്കോ. ആ കൊടുത്തു. ആ ബ്രോ അനിത ഇല്ലേ, ഡെലിവറി മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കുന്തം പിടിക്കാൻ. യെസ്, 20 രൂപ നമ്മുടെ ഏണിങ്സ് കേട്ടോ. അടിപൊളി ഫുഡ് ഡെലിവറി ചെയ്ത് ഇപ്പോൾ ടോട്ടൽ 213 5 മണിക്കൂർ. എന്തൊരു ശോകമാണ് ദൈവമേ. ദീർഘനേരത്തെ ശോകാവസ്ഥയ്ക്ക് ശേഷം നമുക്ക് 41ൻ്റെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് 20 മേലോട്ടൊന്ന് പോയതാണ്. 70 ഇനിയിപ്പോൾ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും. ഷോപ്പ് എന്തായാലും ക്ലോസ് ചെയ്ത് 9:30 ആയി. ഒരു ഓർഡറിന് കഴിയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് കിട്ടും കേട്ടോ. അതിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പോയി നോക്കാം എന്തായാലും. ഓർഡർ രാത്രിയിലൊക്കെ മന്തി കിട്ടുന്ന ഒരേ ഒരു കട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. മന്തിയൊന്നും ഇനിയിപ്പോൾ എങ്ങും കിട്ടാൻ ചാൻസ് ഇല്ല കൊട്ടാരക്കര. വേഗം എന്തായാലും ലൊക്കേഷനോട്ട് ഇടാം, ഓർഡർ പിക്ക് ചെയ്യട്ടെ. ബ്രോ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ?
കവലേന്നൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ 61-ൻ്റെ. പക്ഷെ എനിക്ക് ഉറപ്പില്ല ഇവിടെ ഐറ്റം ഉണ്ടോ എന്ന്. റെഡി കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചെല്ലുമ്പോൾ ക്യാൻസൽ ആവാതിരുന്നാൽ മതിയാണ്. ഫ്രൈഡ് റൈസ് ആട്ടോ ഐറ്റം. ഈ ഒരു ഓർഡർ കഴിയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് കിട്ടും 135. ചേട്ടാ എഗ് ഫ്രൈഡ് റൈസ് 7 കിലോമീറ്റർ പോകണ്ട കേട്ടോ. മുളകാനെയാണ് നമുക്ക് ഇത് ലൊക്കേഷൻ കാണിച്ചേക്കുന്നത്. കുട്ടറയിലോട്ടാണ് പോകേണ്ടത്. സമയം ഇപ്പം എന്താ 10:50 നമുക്ക് KFC എന്നൊരു ഓർഡർ എടുത്തിട്ടുണ്ട്. KFC ഓർഡർ കിട്ടിയിട്ട് കുറേ ദിവസമായി കേട്ടോ. 29, 27 KFC ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോട്ടാത്തലയാണ് നമുക്ക് കൊടുക്കാനുള്ള ലൊക്കേഷൻ. 5 കിലോമീറ്റർ പോകണ്ട തുടങ്ങി. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. 53 കിട്ടിയിട്ടുണ്ട്. നമ്മൾ കോട്ടാത്തലേക്ക് കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ തിരിച്ച് കൊട്ടാരക്കര പോകണം. 11 മണിയാണ്, കറക്റ്റ് 11 മണിയാണ്. A few minutes later. കഞ്ഞി കുടിക്കുന്ന ചുവാവെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കുഞ്ഞ് രാത്രി കഞ്ഞിയാണ് കുടിക്കുന്നത്. കഴിച്ചോ കേട്ടോ. ഗുഡ് ബൈ. മൊത്തം കഴിച്ചോ ഗൈസ്. അങ്ങനെ ഫൈനലി സമയം 11:30 ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ടോട്ടൽ 11 ഓർഡറാണ് എടുത്തത്. ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 373 135 ഇൻസെൻറ്റീവ്. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹൈ ഓർഡർ പേ ഔട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഇന്നാണ് ആദ്യമായിട്ട് രണ്ടാമത്തെ ഇൻസെൻറ്റീവ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ടോട്ടൽ ഏണിങ്സ് ആണ് 508 കൊട്ടാക്കി സോണിൽ ഇന്നലെ എല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. ഓർഡറും കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സ് നമുക്ക് ടിപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 10 രൂപ ടിപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ചില ആൾക്കാർ നാണക്കേട് കൊണ്ട് 10 രൂപ എങ്ങനെ കൊടുക്കുന്നതെന്ന് വിചാരിച്ച് കൊടുക്കാത്തവരുണ്ട് കേട്ടോ. ഒരുപാട് പേരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ വിചാരിക്കല്. കാരണം നമുക്ക് ഒന്നും കിട്ടാത്തത് വെച്ച് നോക്കുമ്പോൾ 10 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് 20 രൂപയാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഈ സോണിൽ കിട്ടുന്നത്. 10 രൂപ എക്സ്ട്രാ കൈ തരുന്നവരുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു ഹാർഡ് ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ.